തിരുവനന്തപുരം നഗരസഭാംഗമായി സുഗതൻ വീണ്ടും വിയ്യൂർ ജയിലിനുള്ളിൽ വെച്ച് തന്നെ സത്യപ്രതിജ്ഞ ചെയ്തിട്ട് 24 മണിക്കൂർ തികയും മുമ്പേ CPM സംസ്ഥാന ഘടകത്തെ വെട്ടിനിരുത്താൻ തീരുമാനം വന്നത് കാലത്തിൻ്റെ കാവ്യനീതി തന്നെയാണ്. സുഗതൻ തൽക്കാലം വിയ്യൂർ ജയിൽ തന്നെ തുടരും. പക്ഷേ തിരുവനന്തപുരം നഗരസഭയിലെ ഒരു കൗൺസിൽ അംഗം തന്നെയാകും. ഹൈക്കോടതിയുടെ കാപ്പ കേസിലെ അന്തിമ വിധി വരുന്നതുവരെ സുഗതൻ അവിടെ ഉണ്ടാകും, ഒരു കുഴപ്പവുമില്ലാതെ. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട സുഗതന എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. കേരളത്തിൽ പാർട്ടി സംസ്ഥാന ഘടകത്തിൽ പ്രതിപക്ഷത്തെ ഒക്കെ നേതൃമാറ്റം സെപ്റ്റംബറിൽ തീരുമാനിക്കുമെന്നാണ് പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ബേബി തന്നെയാണ് ആ കാര്യം പറഞ്ഞത്. ഇവിടെ സുഗതനെ പുറത്താക്കാൻ CPM തിരുവനന്തപുരത്ത് കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തുമ്പോൾ അവരറിഞ്ഞില്ല തങ്ങളുടെ നേതാക്കളെ ഒക്കെ മാറ്റി പാർട്ടി നേതൃത്വം പുനഃസംഘടിപ്പിക്കാനുള്ള തീരുമാനമാണ് ഡൽഹിയിൽ എടുക്കുന്നത്. അങ്ങനെ സുഗതൻ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തതോടെ CPMന്റെ റിലേ സത്യാഗ്രഹവും തിരുവനന്തപുരത്ത് നഗരസഭയ്ക്ക് മുന്നിൽ അവർ അവസാനിപ്പിച്ചു. അല്ലാതെ മറ്റ് പോംവഴിയില്ലാതായിപ്പോയി. സ്വന്തം പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തെ ഒന്നടങ്കം എടുത്ത് പുറത്തു കളയാൻ കേന്ദ്ര കമ്മിറ്റി നീക്കം നടത്തുമ്പോൾ ഇവിടെ കിടന്ന് നഗരസഭയിൽ വെള്ളം വച്ചിട്ട് ഒരു കാര്യവുമില്ലെന്ന് അവർക്ക് മനസ്സിലായി. സുഗതനെ നഗരസഭാ കൗൺസിലിൽ നിന്നും പുറത്തു കളയണം എന്നാവശ്യപ്പെട്ടായിരുന്നു CPMന്റെ സത്യാഗ്രഹം. അതങ്ങനെ നാരങ്ങ വെള്ളം കുടിച്ചുകൊണ്ട് അവർ അങ്ങ് സുന്ദരമായിട്ടങ്ങ് അവസാനിപ്പിച്ചു. സുഗതനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഞങ്ങളുടെ സമരം നേരത്തെ തുടങ്ങിയിരുന്നെന്നും റിലേ സത്യാഗ്രഹ സമരം ഇതാ അവസാനിപ്പിക്കുന്നെന്നുമാണ് CPM ജില്ലാ സെക്രട്ടറി വി ജോയ് ഒരു പ്രസ്താവനയിൽ അണികളെ അറിയിച്ചത്. അപ്പോൾ ഇനി ആരും ഈ വിഷയം പറഞ്ഞുകൊണ്ട് നഗരസഭയിലേക്ക് ചെല്ലണ്ട എന്ന് ചുരുക്കാം. ഇനി ഡൽഹിയിലേക്ക് പോകാം. കേരളത്തിലൊരു പാർട്ടി ഘടകത്തിൽ നേതൃമാറ്റം വേണമോ എന്നത് സെപ്റ്റംബറിൽ ചേരുന്ന വിശാലമായ സംസ്ഥാന സമിതി ചർച്ച ചെയ്യുമെന്നാണ് ജനറൽ സെക്രട്ടറി MA ബേബി ജാമ്യമെടുത്തത്. ഈ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയിലെ തിരുത്തൽ നടപടികൾ എങ്ങനെ വേണമെന്ന് സെപ്റ്റംബറിൽ അവിടെ തീരുമാനിക്കും. കേരളത്തിലല്ല, ഡൽഹിയിൽ. കേരളത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രചരണത്തിലും വീഴ്ച സംഭവിച്ചെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി തന്നെ ഇതാ തുറന്ന് വീണ്ടും സമ്മതിക്കുന്നു. പാർട്ടി എന്തിനു വേണ്ടി നിലകൊള്ളുന്നെന്ന് ജനങ്ങളെ കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിയാതെ പോയി നേതൃത്വത്തിന്. അതുകൊണ്ട് തന്നെയാണ് 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റ് ഇതാ പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നത്. ഇങ്ങനെയാണ് CPM കേന്ദ്ര കമ്മിറ്റിയുടെ വിലയിരുത്തൽ. തോൽവിയുടെ മുഖ്യ കാരണം സംസ്ഥാന ഘടകത്തിൻ്റെ പിടിപ്പില്ലായ്മ, കഴിവുകേട് തന്നെയാണ്. ജയം ഉറപ്പിച്ചുള്ള രീതിയിൽ നടന്ന പ്രചരണം അത് വിനയായി. 3ാം തവണയും വരുമെന്ന് അമിത ആത്മവിശ്വാസമുണ്ടായിരുന്നു. പാർട്ടിയുടെ വീഴ്ചയിൽ എല്ലാവരും സ്വയം വിമർശനം നടത്തണമെന്നൊരു ആഹ്വാനവും. പാർട്ടി നേതാക്കളുടെ ധാർഷ്ട്യം ഇനിയെങ്കിലും മാറ്റിവെക്കണമെന്ന് കേന്ദ്ര കമ്മിറ്റി നേരത്തെ അംഗീകരിച്ചാണെന്ന് MA ബേബി പറയുന്നു. വ്യക്തമായി തന്നെ ബേബി അത് പറഞ്ഞു. കാരണം അത് പിണറായി വിജയനെ ഉദ്ദേശിച്ച് തന്നെയാണ്. എന്തായാലും പ്രതിപക്ഷ ഉപനേതാവിനെ ചൊല്ലി CPMനോട് ഉടക്കി തന്നെ നിൽക്കുന്നു CPI. ഇനി രാഷ്ട്രീയ പരിപാടികൾ തൽക്കാലം ഒറ്റയ്ക്ക് LDFിലല്ലാതെ ഒറ്റയ്ക്ക് CPIയുടെ പേരിൽ സംഘടിപ്പിക്കാനാണ് അവരുടെ തീരുമാനം. ഒന്നിനു പുറകെ ഒന്നായി അങ്ങനെ CPMന് തലവേദനകൾ ഒഴിയുന്നുമില്ല. അതിനിടയിലാണ് ധാർഷ്ട്യം അവസാനിപ്പിക്കണമെന്ന് ഇപ്പോൾ പറഞ്ഞതല്ല, നേരത്തെ തന്നെ കേന്ദ്ര കമ്മിറ്റി കേന്ദ്ര ഘടകം തീരുമാനിച്ചതാണ്. ആ ധാർഷ്ട്യം മാറ്റിവെക്കൂ എന്ന സന്ദേശം അത് സംസ്ഥാന ഘടകത്തിലേക്ക് വ്യക്തമായി അറിയിച്ചതാണ്. എന്നിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ തങ്ങൾ തന്നെ വീണ്ടും 3ാം തവണയും വരുമെന്ന ഒരു ധാർഷ്ട്യം എല്ലാ നേതാക്കൾക്കും ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ജയിച്ച് പ്രതിപക്ഷ നേതാവ് വന്നെങ്കിലും മറ്റ് മന്ത്രിമാരെല്ലാം ഒന്നൊഴികെ തോറ്റു തുന്നമ്പാടിയെന്നും 2 പേരൊഴികെ മുഹമ്മദ് റിയാസും സജി ചെറിയാനും മാത്രമാണ് ജയിച്ചു വന്നത്. ബാക്കി എല്ലാവരും, പിന്നെ KN ബാലഗോപാൽ, ഈ 3 പേരൊഴികെ ബാക്കി എല്ലാവരും തോറ്റു തുന്നമ്പാടി. മന്ത്രിമാരടക്കം തോറ്റു തുന്നമ്പാടി. ഇത് സർക്കാരിൻ്റെ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ അതെന്തൊക്കെ ചെയ്തെന്ന് ജനത്തെ കൃത്യമായി ധരിപ്പിക്കാൻ അവർക്ക് സാധിച്ചില്ല. അവർ വേറെ എന്തോ തിരക്കിലായിരുന്നെന്നും ഇപ്പോഴിതാ കേന്ദ്ര കമ്മിറ്റി മുഖത്ത് നോക്കി തന്നെ പറയുന്നുണ്ട്. പ്രതിപക്ഷ നേതൃസ്ഥാനം കിടന്നാടുകയാണ് പിണറായി വിജയൻ്റെ മുന്നിൽ. അപ്പോഴാണ് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം തങ്ങൾക്ക് തന്നെ വേണമെന്ന ആവശ്യവുമായി, ന്യായമായൊരു ആവശ്യവുമായി CPI വന്നിരിക്കുന്നത്. CPIയുടെ 9 MLAമാരുള്ളതിൽ ഒരാളെ പ്രതിപക്ഷ ഉപനേതാവാക്കണമെന്ന് പറഞ്ഞപ്പോഴേക്കും CPMനത് സ്വീകാര്യമല്ല. അത് തങ്ങളുടെ തന്നെയാണ്. പ്രതിപക്ഷ നേതൃസ്ഥാനവും ഉപനേതൃസ്ഥാനവും തങ്ങൾക്ക് വേണമെന്ന CPMന്റെ പിടിവാശി. അതുകൊണ്ടാണ് ഇതാ മുന്നണി കൺവീനർ TP രാമകൃഷ്ണന് നേരെ CPI ആസ്ഥാനമായി MN സ്മാരകത്ത് അങ്ങോട്ട് പോയി
ചർച്ചകൾ നടത്തേണ്ട ഗതികേട് വന്നത്. എന്തായാലും CPI ഇത്തവണ ഉറച്ചു തന്നെയാണ് CPMൻ്റെ കൂടെ. ഇങ്ങനെ പോയാൽ തങ്ങളും പെരുവഴിയിലല്ല, തങ്ങളും ജനങ്ങൾ കുഴിച്ചിടയ്ക്കുന്ന വലിയ ഗർത്തത്തിലേക്ക് വീണു പോകുമെന്ന് അവർക്കറിയാം. എന്തായാലും CPI ഇപ്പോഴാണ് ഒരു പാഠം പഠിച്ചത്. ധാർഷ്ട്യമുള്ള പാർട്ടിയുടെ കൂടെ നിന്നാൽ തങ്ങളും ധാർഷ്ട്യക്കാരായി മാറും, അല്ലെങ്കിൽ ജനം തങ്ങളെയും അഹന്തയും ധാർഷ്ട്യവും നിറഞ്ഞ പാർട്ടിയെ കാണും. അത് വിരലെണ്ണാവുന്ന അണികളുള്ള തങ്ങൾക്ക് അതിനി വച്ചു പൊറപ്പിക്കാൻ പറ്റില്ല എന്ന ഒരു കടുത്ത നിലപാടിലേക്ക് CPI പോകുമ്പോൾ CPM എല്ലാ തരത്തിലും ഒറ്റപ്പെടുകയാണ്. തിരുവനന്തപുരം നഗരസഭ മുതൽ അങ്ങ് സംസ്ഥാന ഘടകം വരെ, ദേശീയ CPM കേന്ദ്ര ഘടകം വരെ എല്ലാം കേരളത്തിലെ CPM നേതാക്കൾ ഒറ്റപ്പെട്ടുകൊണ്ടേയിരിക്കുക.